AD 571 ഏപ്രിൽ മാസം 21-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടടുത്ത സമയത്ത് ഏഷ്യാമൻകരയിലെ മക്ക രാജ്യത്ത് കഅബ ഷെരീഫിന്റെ തെക്കുഭാഗത്തുള്ള ഒരു കൊച്ചു സ്ട്രീറ്റിൽ ഖുറൈശി തറവാട്ടിൽ ഹാഷിം കുടുംബത്തിലെ അബ്ദുള്ളയുടെയും ആമിനയുടെയും കണ്ണിന്റെ കൃഷ്ണമണിയായ ലോക മുസൽമാന്റെ എല്ലാമെല്ലാമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ പള്ളിയിൽ നടത്തിയ ജന്മദിന ആഘോഷമാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ആമി ഐഷു അടക്കം മദ്രസ വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ മുഹമ്മദ് ഒരു ഗാനവും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടികളുടെ ദഫ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. മനോഹരമായി തന്നെ അവരുടെ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ വലിയ കുട്ടികളുടെ കലാപരിപാടികളും അതായത് ദഫ് പരിപാടികളെല്ലാം നടന്നു. അൽഹംദുലില്ലാ റാഹത്തായിരുന്നു എല്ലാ പരിപാടികളും. ഞങ്ങൾ മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മഴയെല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ പായസ വിതരണം നടന്നു. എല്ലാവർക്കും പായസം കൊടുത്തു. പിന്നെ നമ്മുടെ അശ്രുവിൻ്റെ മകളുടെ മകൻ ഹെമിൽ ഹൈസിൻ്റെ ഒരു ഗാനമുണ്ടായിരുന്നു. അതും മനോഹരമായി. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ഘോഷയാത്ര ആരംഭിച്ചു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മധുരപലഹാരങ്ങളും അതുപോലെ തന്നെ അന്നപാനീയങ്ങളെല്ലാം വിതരണം ചെയ്തു. നമുക്ക് എല്ലാവർക്കും പോകുന്ന വഴിക്കെല്ലാം ആളുകൾ മിഠായി അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ തന്നു. അങ്ങനെ പഞ്ചായത്ത് റോഡ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഈ മക്കളുടെ ഒരു ദഫ് ഉണ്ടായിരുന്നു. അതിനും അവിടെ ആളുകളെല്ലാം സൗകര്യം ചെയ്തു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഞാറക്കാട്ടുമൂല ഭാഗത്തേക്കാണ്. അങ്ങനെ പോകുന്ന വഴി മൈതാനിമുകളിൽ എത്തിയപ്പോൾ അവിടെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ജ്യൂസ് വിതരണം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മക്കൾ ആരായെന്ന് അറിയില്ല, അവർ എവിടുന്ന് ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കുറേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാറക്കാട്ടുമൂല ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു ദഫ് പ്രോഗ്രാം നടന്നു. അവിടെ ഒരുപാട് ആളുകൾ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് അൻസാറിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ അൻസാർ, റഹീം, അസി അങ്ങനെയുള്ളവരൊക്കെ എല്ലാ വർഷവും നബിദിന റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പപ്സും ചായയും കൊടുക്കുന്നതാണ്. ഈ വർഷവും അതുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും പപ്സും നല്ല ചൂടൻ പപ്സും ചായയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞു. നേരെ വന്നിട്ട് പിന്നെ മൗലൂദാണ്. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നടത്താറുള്ള പോലെ തന്നെ ഭംഗിയായി തന്നെ അത് നടന്നു.